ഒരു ഫിലഡെൻഡ്രോൺ നോക്കിക്കേ, സപ്പോർട്ടിന് കൊടുത്ത കൊയർ സ്റ്റിക്കിന്റെ അടുത്ത് വരെ ഇത് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്യണ അനുസരിച്ച് ഈ സ്റ്റിക്കും വലുതാക്കി കൊണ്ടുവരണേ. ഈ ചെടിയുടെ ഏരിയൽ റൂട്ട്സ് ഒക്കെ ഈ ഒരു കൊയർ സ്റ്റിക്കിനകത്തേക്ക് ആഴ്ന്നിറങ്ങിക്കാണ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ കൊയർ സ്റ്റിക്ക് മാറ്റി വലുത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കൊയർ സ്റ്റിക്കിനകത്തേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് നെറ്റ് കുറച്ച് ഇറക്കി തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ കൊടുത്താലാണ് കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുള്ളൂ. ചെടി വളർന്ന് കൊയർ സ്റ്റിക്കിന്റെ തുമ്പത്ത് എത്തണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. കുറച്ച് മുന്നേ തന്നെ ഇതുപോലെ എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ഈ നെറ്റിനെ റൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് മൂസ് ഫില്ല് ചെയ്ത് നമ്മുടെ ഈ കൊയർ സ്റ്റിക്കിനെ അടിപൊളിയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്കും കൂടെ ഇതുപോലെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഡബിൾ സ്ട്രോങ് ആയി. കുറച്ച് ദിവസം മുന്നേ ഒരു മോസ് ബോൾ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതിനകത്തൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ നെറ്റിന് പെർ മീറ്റർ 180 rupees ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പറയണേ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.